താമരശ്ശേരി കറുത്തപറമ്പിലെ പൊയിലിൽ എന്ന വീട്ടിലേക്ക് ചെന്നാൽ വീട് പോലും കാണാത്ത വിധത്തിൽ പലതരം മാവുകൾ നിറഞ്ഞു നിൽക്കുന്നു. അതിലുള്ള ഒരു മാവിൽ മാത്രം 80-ലധികം വ്യത്യസ്ത മാങ്ങകൾ. കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമായുള്ള മാങ്ങകൾ ഒരൊറ്റ മാവിൽ നിന്ന് രുചിക്കാം. നമ്മുടെ ചേലമാവാണ് നമ്മുടെ മദർ പ്ലാന്റ്. അതിന് നമ്മൾ ഏകദേശം ഒരു 80ഓളം വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാങ്ങയാണ് ഇത്. ബനാന മാങ്ങോ, ചന്ദ്രകാരന്, കുളമ്പ്, കോട്ടർക്കോളം, നമ്മളടുത്തുള്ള മാക്സിമം വെറൈറ്റി. പിന്നെ പുറത്തുള്ള ഒരുപാട് വിയറ്റ്നാമിൻ്റെ മാവുണ്ട്, VN15, കുറേ പേരറിയാത്ത അറിയാവുന്ന ഒരുപാട് മാങ്ങകൾ. ഏകദേശം 15ഓളം അതിൽ മാങ്ങകൾ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. തായ്ലൻഡിലെ നാം ഡോഗ്മെ, ബനാന മാംഗോ, അമേരിക്കൻ റെഡ് പൾമർ തുടങ്ങിയ മാങ്ങകൾക്ക് പുറമെ ഇന്തോനേഷ്യ, തായ്വാൻ, കംബോഡിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കിങ് ഓഫ് ചക്പത്ത്, ഗ്രാമ്പു, കാറ്റുമോൺ തുടങ്ങി ഏകദേശം 50ഓളം വിദേശിനത്തിൽപ്പെട്ട മാങ്ങകൾ ഇവിടെയുണ്ട്. കൂടെ പേരറിയാത്ത ഇനങ്ങളും. മാവിൻ്റെയും മാങ്ങയുടെയും കാര്യത്തിൽ റിസർച്ച് നടത്തുന്ന അബ്ദു ഇതിനോടകം നിരവധി രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. നമ്മൾ ഈ കാഴ്ച മാവിൻ്റെ മുകളിൽ നിന്നാണ് കമ്പെടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ 100% കേരളത്തിലെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന മാവുകൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഉത്തരേന്ത്യൻ മാവുകളുണ്ട്, ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്, കായ്ക്കാത്ത മാവുകളുണ്ട്. കായ്ക്കാത്തൊക്കെ നമ്മളിങ്ങനെ മുറിച്ച് ഒഴിവാക്കിയിട്ട് വേറെ അതിന് മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്തു. 15 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച അബ്ദുറഹിമാൻ നാട്ടിലെത്തി കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ചെറുപ്പം മുതലേ കൃഷി ഇഷ്ടവുമാണ്. 120-ലധികം വ്യത്യസ്ത മാങ്ങകൾക്ക് പുറമെ 125-ലധികം മറ്റു വ്യത്യസ്ത പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നമുക്കിപ്പം അഖില CP ചേർന്നുണ്ട്. അഖില, ഒരു മാവിൽ തന്നെ 80-ലധികം വിദേശികളും സ്വദേശികളും അടക്കമുള്ള മാങ്ങകൾ. ഈ മനുഷ്യനൊരു എൻസൈക്ലോപീഡിയ തന്നെയാണല്ലേ? നമുക്ക് ഈ മാങ്ങയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, മാവിൻ്റെ തയ്യോ ഇത്തരത്തിൽ ഇതിൻ്റെ മാങ്ങയുടെ പേരോ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ അബ്ദുറഹിമാൻ. അദ്ദേഹത്തിന് ഈ മാങ്ങയുടെ കാര്യത്തിൽ ഒരു എൻസൈക്ലോപീഡിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അത്തരത്തിൽ മാങ്ങയുടെ കാര്യത്തിൽ ഇങ്ങനെ നിരന്തരം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ അബ്ദുറഹിമാൻ വാർത്തകളിൽ ഇടം നേടുന്നത് ഈ ഒരൊറ്റ മാവിൽ 80-ലധികം മാങ്ങകൾ ഒരുമിച്ച് വിളയിച്ചെടുത്തപ്പോഴാണ്. അപ്പോൾ ബഡ്ഡിങ്ങിലൂടെ ഈ 80 മാങ്ങകൾ ഒരൊറ്റ മാവിൽ വിളയിച്ചെടുത്തതോടെയാണ് ഇദ്ദേഹം വാർത്തകളിൽ ഇടം നേടുന്നത്. അങ്ങനെ ഈ തരത്തിൽ അദ്ദേഹം ശ്രദ്ധ നേടി. അപ്പോൾ ഈ മാങ്ങ മാത്രമല്ല, 50-ലധികം വിദേശ മാങ്ങകളും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലുണ്ട്. 120-ലധികം മാങ്ങകൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും വിദേശത്തൊക്കെയുള്ള, ഈ തായ്ലൻഡിൽ നിന്നുണ്ട്, അമേരിക്കയിൽ നിന്നുണ്ട്, അതൊക്കെ ഈ യാത്രകളിലൂടെയാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. അത് കണ്ടെത്തി തൻ്റെ തോട്ടത്തിൽ കൊണ്ടുവന്ന് വിളയിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ അത്രത്തോളം മാതൃകാപരമായ, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കർഷകനാണ് അബ്ദുറഹിമാൻ. മാത്രമല്ല, ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ 20% ഈ വവ്വാലുകൾക്കും മണ്ണാനുകൾക്കും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് വിളവെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു മാതൃകാപരമായിട്ടുള്ള ഒരു കർഷകൻ കൂടിയാണ് അബ്ദുറഹിമാൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഈ വിളവെടുക്ക് സമയത്ത് ചെല്ലുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അദ്ദേഹം ഈ മാങ്ങയും വിതരണം ചെയ്യും. അപ്പോൾ മാങ്ങയെ പറ്റിയുള്ള എന്ത് തരം ഡൗട്ട് ഉണ്ടെങ്കിലും അതെല്ലാം തീർത്തു തരും ഈ കർഷകൻ അബ്ദുറഹിമാൻ. എന്തായാലും അദ്ദേഹം ഇനിയും ഇത്തരം പുതിയ പരീക്ഷണങ്ങൾ നടത്തട്ടെ. അത് എല്ലാവർക്കും ഗുണകരമാകട്ടെ.